തിരുവനന്തപുരം വെള്ളനാട് 10 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. കുളക്കോട് സ്വദേശിയായ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് ശുചിമുറിയിൽ തൂങ്ങിയ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുളിക്കുന്നതിനിടെയാണ് സംഭവമെന്നായിരുന്നു പ്രാഥമിക നിഗമനമെങ്കിലും മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുട്ടിയുടെ അച്ഛൻ ആരോപിക്കുന്നു. വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. വിനോദ്, കുട്ടിയുടെ അച്ഛൻ എന്നല്ല, കുട്ടിയുടെ അച്ഛന്റെ കുടുംബം ഇപ്പോൾ ദുരൂഹതയുണ്ട് എന്ന് ആരോപിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവർ പറയുന്ന മുന്നോട്ട് വെക്കുന്ന സംശയങ്ങൾ? ഇതിൽ ദുരൂഹത എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എങ്ങനെയാണ്? രേണുക, മാതാപിതാക്കൾ പിരിഞ്ഞു കഴിയുകയാണ്. അമ്മയ്ക്കൊപ്പമാണ് കുട്ടി ഉള്ളത്. ഈ കുട്ടിക്ക് ഒരു അനുജത്തി കൂടിയുണ്ട്. 10 വയസ്സുകാരിയാണ് ഇപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൂത്ത കുട്ടിയാണ്. ഈ കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായി എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പേനയ്ക്ക് വേണ്ടി മൂത്ത കുട്ടിയും ഇളയ കുഞ്ഞുമായി തർക്കമുണ്ടായി. അപ്പോൾ ഈ അപ്പൂപ്പൻ ഇടപെട്ട് ഇളയ കുട്ടിയുടെ കയ്യിൽ തന്നെ പേന ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതിൽ വിഷമിച്ച് ഈ കുട്ടി ശുചിമുറിയിൽ തൂങ്ങി മരിച്ചു. ഇങ്ങനെ ഒരു കാര്യമാണ് പുറത്തു വരുന്നത്. എന്നാൽ അച്ഛനും അച്ഛന്റെ വീട്ടുകാരും ഇതിൽ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. ആര്യനാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അമ്മ തിരിഞ്ഞു പോയ ശേഷം മറ്റൊരാളുമായി അടുപ്പുണ്ടായിരുന്നു എന്നൊരു ആരോപണമാണ് അച്ഛന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് അന്വേഷിക്കണം എന്ന കാര്യം കൂടി ഇപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്. ഈ ആശുപത്രി, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വെള്ളനാട് ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. രേണുക, ശരി. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട കൂടലിൽ 13 വയസ്സുകാരനെ പിതാവ് ക്രൂരമായി മർദ്ദിച്ചു. പിതാവ് ലഹരിക്ക് അടിമയാണെന്നാണ് വിവരം. കുട്ടിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. CWC ഈ ദൃശ്യങ്ങൾ സഹിതം പോലീസിന് പരാതി നൽകി. രാത്രിയില്ല, പകലില്ല, ഫുട്ബോൾ, കോപ്പ്, ചെരുപ്പ്, ഡ്രസ്, എന്നെ വളരെ ഉണ്ടാക്കാതെ രാത്രിയില്ല, പകലില്ല, ഫുട്ബോൾ, കോപ്പ്, ചെരുപ്പ്, ഡ്രസ്, എന്നെ വളരെ